ദേവസ്വം ബോർഡിനെതിരായ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2025 ദേവസ്വം ബോർഡിനെതിരായ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം നീക്കണമെന്നാണ് ആവശ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാടും നിലവിലെ ബോർഡ് സ്വീകരിച്ചിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഫസ്റ്റ് ഓൺ 24 ഷഫീദ് റാവുത്തർ വാർത്തകളെ ഒരുമിച്ചു. ഷഫീദ്, ഇന്നലത്തെ ഉത്തരവിന്റെ പ്രത്യേകത അത് ഇതുവരെയുള്ള ഡയമെൻഷനിൽ നിന്ന് മറ്റൊരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 2019 ഏതോ കാലത്ത് നടന്ന ഒരു കേസ് എന്നതിനപ്പുറം 2025 ഈ ദേവസ്വം ബോർഡ് അതിന് കൂട്ടുനിന്നു എന്ന് നീർക്കുനേർ പറയുന്ന ഉത്തരവാണ്. അത് ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്ന പ്രഹരമാഘാതം ചെറുതല്ല. ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ രാജിയിലേക്ക് പോലും നയിക്കാവുന്ന പരാമർശങ്ങൾ അതിലുണ്ട്. അതല്ലേ വളരെ പെട്ടെന്ന് ആക്ഷനുള്ള കാരണം ഷഫീദ്? ഇക്കാര്യത്തിൽ കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ്, കോടതി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് 2019 സ്വർണ്ണപ്പാളികളും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു തുടക്കമെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനടക്കം സംശയമുള്ളിൽ നടത്തുന്ന ചില കാര്യങ്ങൾ അത് ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു സംശയമായി, അതായത് കോടതി ആ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള ഒരു സംശയമായി കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് 2019 കരാറ് കൊടുത്ത കരാറുകാരൻ 40 വർഷം ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും 2025 വീണ്ടും അത് കൊടുക്കേണ്ടി വരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് നടത്താനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഉറപ്പില്ലെന്ന് ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കത്ത് നൽകിയിട്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ ആ തീരുമാനം മാറ്റി വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അത് എത്തിക്കാൻ നീക്കം നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ മുൻപ് 2019 കരാർ പ്രകാരം അത് സാധ്യമാകാതെ വീണ്ടും അതിനകത്തൊരു പ്രശ്നമുണ്ടായ ആൾക്ക് കരാർ കൊടുത്തു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിനെ, അതായത് പുതിയ ദേവസ്വം ഭരണസമിതിയെ സംശയത്തിൽ നിർത്തുന്ന ഒരു കാര്യമായി മാറിയത്. അതിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഹൈക്കോടതി ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തുകയും അക്കാര്യത്തെക്കുറിച്ച് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. 2025 ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ടായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുക. ദേവസ്വം ബെഞ്ചിനെ തന്നെ സമീപിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം. 2019 കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ഇത് ഉടായ്പ കാണിച്ചു എന്ന് സംശയമുണ്ടാവുകയും തിരിച്ചു കൊണ്ടുവരുമ്പോൾ തൂക്കക്കുറവായി വരികയും തൂക്കക്കുറവ് രേഖപ്പെടുത്താതിരിക്കുകയും അത് ഈ കാര്യങ്ങളൊക്കെ പലരുടെയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ഒരാൾ, സംശയത്തിൽ നേരിൽ നിൽക്കുന്ന ഒരാൾ 2025 അയാളെ വീണ്ടും ക്ഷണിച്ച് പരവതാനി വിരിച്ചു കൊണ്ടുവരാൻ 40 വർഷം ഗ്യാരണ്ടി എന്നുള്ള വാദം കോടതിയിൽ നിലനിൽക്കുമെന്ന് സീരിയസ് ആയി കരുതുന്നുണ്ടോ ദേവസ്വം ബോർഡ് ഷഫീദ്? അതിലെന്താണ് ദേവസ്വം ബോർഡ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം അതിലെയും ചില പേപ്പറുകൾ, ചില രേഖാ നീക്കങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ധാരണയില്ല എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തി. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ഈ ദേവസ്വം ബോർഡിനെ, പുതിയ ദേവസ്വം ഭരണസമിതിയെ സംശയത്തിൽ നിർത്തുന്ന കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് 2019 സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ സ്വർണം തട്ടിയെടുപ്പ് നടന്നതായി ഈ ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു, പുതിയ ദേവസ്വം സമിതിക്ക് അറിയാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ആനയിച്ച് അദ്ദേഹത്തെ തന്നെ ഇവിടെ സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിലെ നീക്കം നടന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം, അതൊരു സംശയത്തിന്റെ രൂപത്തിൽ കോടതി ഉന്നയിക്കുന്നത് ഗൗരവപ്പെട്ട ഒരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അതടക്കമുള്ള വിഷയങ്ങളിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പുതിയ ദേവസ്വം ഭരണസമിതിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതായിരിക്കും അവർ ഹൈക്കോടതി ബെഞ്ചിനെ അറിയിക്കുക. അതിനുശേഷമായിരിക്കും ഹൈക്കോടതിയുടെ പരാമർശം നീക്കം ചെയ്യണമെന്നുള്ള കാര്യം അറിയിക്കുക. ഏതായാലും ആ രേഖകൾ തയ്യാറാക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലാണോ വീഴ്ച, അതല്ലെങ്കിൽ ദേവസ്വം ഭരണസമിതി, അതായത് ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക്, പുതിയ ദേവസ്വം ഭരണസമിതിക്ക് ഇക്കാര്യത്തിൽ ധാരണയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള രേഖാ നീക്കങ്ങൾ, പേപ്പർ നീക്കങ്ങൾ, അത് നമ്മൾ 2019 കണ്ടതാണ്. ദേവസ്വം ബോർഡ് തീരുമാനത്തെ മറികടന്ന് അവിടെ ജയശ്രീ എന്ന് പറയപ്പെടുന്ന അന്നത്തെ ദേവസ്വം സെക്രട്ടറി ചില കാര്യങ്ങൾ, ചില രേഖകളടക്കം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിലാണോ അതല്ല ദേവസ്വം ഭരണസമിതിക്കാണോ അക്കാര്യത്തിൽ കൂടുതൽ ഇതുണ്ടാവുക എന്നുള്ള കാര്യം ഹൈക്കോടതി അവർ സമീപിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. ഏതായാലും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ചില കാര്യങ്ങളുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഷഫീദ്, എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്റെ കാലത്ത് നടന്നതല്ല, ഇത് പണ്ട് നടന്നതാണ്, അതിന് ഞാൻ എന്തിനു മറുപടി പറയണം, ഞാൻ എന്തിനു ഉത്തരവാദിയാണ് എന്നാണ് PS പ്രശാന്തിന്റെ ആവർത്തിച്ചുള്ള ആ വിഷയത്തിലെ മറുപടികൾ. പക്ഷേ അതന്ന് നടന്നതല്ല, അതിനുള്ള പരോക്ഷ പിന്തുണ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് പോറ്റിക്ക് എന്ന തരത്തിൽ സംശയത്തിന് നിഴലിലേക്ക് ദേവസ്വം ബോർഡിനെ പിടിച്ചു നിർത്തുന്നത് മറ്റാരുമല്ല, ഹൈക്കോടതിയാണ്. സ്വാഭാവികമായും ആ പരാമർശം അവിടെ കിടക്കുന്നത് ദേവസ്വം ബോർഡിന് കടുത്ത പ്രഹരവും ആഘാതവുമാണ്. അതുകൊണ്ട് അത് നീക്കങ്ങൾ വളരെ വേഗത്തിൽ തൊട്ടുപിറ്റേദിവസം തുടങ്ങിയിരിക്കുന്നത് ദേവസ്വം ബോർഡെന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.